Hi guys, welcome back to a new video guys. അങ്ങനെ guys, നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാനിപ്പോ പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ചേട്ടന്റെ കല്യാണമുണ്ട് അടൂര് വെച്ച്. അപ്പൊ നേരെ ആ കല്യാണം അറ്റൻഡ് ചെയ്യാനാണ് ഗൈസ് ഇപ്പൊ പോകുന്നത്. ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലെനിന്റെ ഷർട്ടാണ് ഗൈസ് ഇത്. പിന്നെ ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് വാങ്ങിച്ചൊരു മുണ്ടാണ് ഗൈസ്, കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിട്ടുണ്ട് നമുക്ക് പോവാം. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ജസ്റ്റ്. അപ്പൊ അവൻ വരുന്നുണ്ട് ചെങ്ങന്നൂരോട്ട്. അപ്പൊ അവിടുന്ന് ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ഗൈസ് പോകുന്നത്. അപ്പൊ നേരെ ചെങ്ങന്നൂരോട്ട് പോവാം. അങ്ങനെ ബൈക്കിൽ ചെങ്ങന്നൂരിലേക്ക് പോകുന്ന എന്നെയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ ചെങ്ങന്നൂർ വന്ന് നമ്മുടെ ചെറുക്കനെ നോക്കി നിൽക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇന്നും പോസ്റ്റാന്ന് തോന്നുന്നു. അവൻ്റെ അനക്കമൊന്നുമില്ല, എന്നാലും നോക്കാം. ഗൈസ് നമ്മുടെ ചെറുക്കൻ അങ്ങനെ വരുന്നുണ്ട് ഗൈസ്. ഇന്നോവയിൽ പറപ്പിച്ച് വരുന്നുണ്ട്. ചെറുക്കൻ വന്നു. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമ്മള്. അങ്ങനെ ഞങ്ങൾ പുറപ്പെടുകയാണ് ഗൈസ്. അങ്ങനെ ഞാനും ജസ്റ്റും കൂടെ നേരെ കല്യാണത്തിന് വന്ന് കഴിച്ചാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിടാം ഗൈസ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് എണ്ണ അടിക്കാൻ കയറി. അപ്പോൾ നമ്മൾ ലൊക്കേഷനോടെ നോക്കുവാണ്. നമ്മൾ ചെറുക്കൻ ലൊക്കേഷൻ നോക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നേരെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ഞാനൊരു യൂട്യൂബറാണല്ലേ, അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിലും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കയറി ഒരു ജ്യൂസ് അങ്ങ് അടിച്ചു ഗൈസ്. ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു, അടിപൊളി സാധനമായിരുന്നു ഗൈസ്. അങ്ങനെ അവൻ വായം പൊളിച്ച് തുറന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് സഹിക്കാൻ വയ്യ, ആളിച്ച് ഷൈ ആണ്. പക്ഷേ ജസ്റ്റിന് അവനൊരു പ്രശ്നമല്ല. ജസ്റ്റിന് അവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഒരു യൂട്യൂബറായാലും എന്തൊക്കെ ചെയ്യണമെന്ന്. നമ്മളൊരു കല്യാണത്തിന് വന്നതല്ലേ ഗൈസ്, അപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചേക്കാം. ഇതാണ് ഓഡിറ്റോറിയം. ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കല്യാണത്തിന് വന്ന സ്ഥിതിക്ക് ആ കല്യാണം കൂടെ നിങ്ങളൊന്ന് കാണിക്കണ മര്യാദ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതാണ് ഗൈസ് കല്യാണം. താലികെട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഗൈസ് എല്ലാ കൂട്ടത്തിലും കാണുന്നത് ലേറ്റായിട്ട് വരുന്നിടത്ത് അതാണ് ഗൈസ് ഗൂഗിൾ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ഫോട്ടോ പിടിച്ചേക്കാമെന്ന് വെച്ചൊരു ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏതൊരു വളിച്ച കോമഡിക്ക് ആ ചേട്ടൻ കഷ്ടപ്പെടിച്ചിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ കഴിക്കായിരുന്നു ഞങ്ങള്. ദാസപ്പനുണ്ട് ഗൂഗിളിൽ ഇരുന്നപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി. കുറെ നാളായി ഗൈസ് ഇങ്ങനെ സദ്യ കഴിച്ചിട്ട്. അപ്പൊ നല്ലതായിട്ടൊന്നും നമുക്ക് അമക്കിട്ട് വരാം. ഗൂഗിൾ നല്ലപോലെ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. പപ്പടമൊക്കെ പൊടിച്ച് ചെറുക്കൻ എപ്പോഴും വിശപ്പാ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ കഴിക്കാം. രണ്ടാമത്തെ റൗണ്ട് ആയല്ലോ മത്സരം. ഒരു പിടുത്തം. അപ്പോഴാണ് സദ്യ ഗെയിമാകത്തുള്ളൂ. എങ്ങനെയുണ്ടായി സദ്യ? സദ്യ അടിപൊളിയായിരുന്നു. അവിയലൊക്കെ സൂപ്പർ, എല്ലാ കറിയും അടിപൊളി. ഇത് കണ്ടില്ലേ, ചോറ് മാത്രം. യുദ്ധക്കളം സൂപ്പർ. പിന്നെ ചോറ് വാങ്ങിച്ചാണ് കഴിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണക്കുറി ഉണ്ടോ അതിന്റെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഒരു പൊരിഞ്ഞ പോരാട്ടം നടത്തി വില മടക്കുന്ന രംഗമാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഞാൻ പണ്ടേ കഴിക്കാറില്ല, അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒരു ഒറ്റ നമുക്ക് ഞാൻ കുടിച്ചു ഗൈസ്. ഗൈസ് അങ്ങനെ കാറിക്ക് കയറി ഡോറ് പടച്ച് കൂട്ടുകാർക്കൊരു ടാറ്റയും കൊടുത്ത് ഞങ്ങൾ നേരെ ഇവിടുന്ന് പോകുന്ന കാഴ്ചയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും ദാസപ്പനും കൂടെ ഇറങ്ങി. കല്യാണം അടിപൊളിയായിരുന്നു ഗൈസ്. ഫുഡ് അതിലും അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല പിടുത്തം പിടിച്ചു. നല്ല സൂപ്പർ ഫുഡും കാര്യങ്ങളും. മത്സരം അതെ ഗൈസ്. അപ്പൊ ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോണ്. അപ്പം ബൈ. ഹേ ഗായ്സ്, അപ്പം നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ വന്ന് സദ്യയൊക്കെ കഴിച്ചതിന് ക്ഷീണത്തിൽ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കുളിച്ച് നനച്ച് വന്നിരിക്കുന്ന രംഗമാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ഗൈസ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടെ അമർത്തിക്കുക. അപ്പം ബൈ.